ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത്. ബുധനും ശുക്രനും ചൊവ്വയും രാശി മാറുന്നു. മൂന്ന് ഗ്രഹങ്ങൾ ഒരുമിച്ച് രാശി മാറുന്നതിലൂടെ ആഗസ്റ്റ് അവസാനം മുതൽ ഇനി 4 വർഷത്തേക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. നവഗ്രഹങ്ങളുടെ രാശിമാറ്റം ആളുകളുടെ ജീവിത സാഹചര്യങ്ങളിൽ പെടുന്നനെയുള്ള മാറ്റങ്ങൾ സമ്മാനിക്കും. രാശിമാറ്റം അഥവാ കൂറുമാറ്റത്തിലൂടെ കഷ്ടകാലമുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം നല്ല കാലം അനുഭവിച്ചിരുന്ന ആളുകൾക്കെല്ലാം ദുരിതകാലവും വന്നു ചേരും. ഗ്രഹം, രാശി, സ്വഭാവം എന്നിവയെല്ലാം രാശി മാറ്റങ്ങളുടെ ഫലങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഒന്നിലേറെ രാശിമാറ്റങ്ങൾ നടക്കുവാൻ പോകുന്നു. ആഗസ്റ്റ് 22-ന് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ കർക്കിടകത്തിലേക്കും, ആഗസ്റ്റ് 25 ധനദാതാവായ ശുക്രൻ കന്നിയിലേക്കും, ആഗസ്റ്റ് 26-ന് സേനാധിപനായ ചൊവ്വ മിഥുനം രാശിയിലേക്കും പ്രവേശിക്കും. ഈ രാശിമാറ്റം മൂലം വരുന്ന 4 വർഷക്കാലം ഗജകേസരി യോഗമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത 4 വർഷക്കാലം ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വൻ നേട്ടങ്ങളാണ്. ജീവിതത്തിൽ വളരെയധികം വിജയത്തിലേക്ക് നിങ്ങളിനി കുതിക്കുവാൻ പോകുന്നു. അടുത്ത 4 വർഷക്കാലം ചില നക്ഷത്രക്കാർക്ക് ഗജകേസരി രാജയോഗം എന്നു തന്നെ പറയാം. ചില സാഹചര്യങ്ങൾ നിമിത്തം ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കയറുവാനായി ഇവർക്ക് 4 വർഷം വരെ സൗഭാഗ്യമാണ് വന്നു ചേരുന്നത്. സാമ്പത്തിക ഭാഗ്യവും സന്താന ഭാഗ്യവും സർവ ഐശ്വര്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. നിങ്ങൾ കൈവയ്ക്കുന്നതെന്തും വിജയമായി മാറും. ഇത്തരത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഏതൊക്കെ നക്ഷത്രങ്ങളാണ് എന്ന് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, രോഹിണി നക്ഷത്രക്കാരാണ്. ഇതിൽ ആദ്യത്തേത് അശ്വതി, ഭരണി, രോഹിണി എന്നിവരാണ്. ഇവർക്ക് വളരെയധികം ഭാഗ്യം വന്നു ചേരും. നിങ്ങളുടെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിച്ചതെന്താണോ അത് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. എന്നു പറഞ്ഞാൽ ഈശ്വര അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രക്കാർക്ക് കുതിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി നിങ്ങൾ വളരെയധികം ഉന്നമനത്തിലേക്കാണ് ഇനി വന്നു ചേരുന്നത്. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹയോഗം വന്നു ചേരും. ഇതോടൊപ്പം വിദേശത്ത് തൊഴിൽ ലഭിക്കുവാനും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പുതിയ വാഹനം, പുതിയ വീട് അല്ലെങ്കിൽ വീട് പുതുക്കൽ എന്നിവയ്ക്കും ഈ സമയത്ത് അവസരമൊരുങ്ങും. സന്താന ഭാഗ്യവും സന്താനങ്ങളുടെ ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഗുരുവിൻ്റെ അനുഗ്രഹവും ഈശ്വരഭക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നതാണ്. ഗുരുദശയിൽ തൊഴിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും അധികാരവും ലഭിക്കുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ നിങ്ങൾക്ക് ബഹുമാനവും പ്രശസ്തിയും ലഭിക്കും. ഗുരുജനങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ജീവിതത്തിലെ ഈ അനുഗ്രഹീതമായ സുവർണ കാലഘട്ടം അഹങ്കാരം യാതൊരു രീതിയിലും പാടില്ല. സൗഭാഗ്യങ്ങൾ കണ്ട് ഈശ്വര അനുഗ്രഹമായി കണ്ട് വിനയത്തോടെ ജീവിക്കണം. അഹങ്കാരത്തിന് ശ്രമിച്ചാൽ തുടർന്നു വരുന്ന പല തിരിച്ചടികളും നിങ്ങൾക്കൊരു പാഠമായി മാറും. രോഹിണി നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും അകന്നു മാറുവാൻ ദുർഗാദേവിയെ തൊഴുന്നത് ദോഷഫലങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ രോഹിണിയും തിങ്കളും ഒത്തുവരുന്ന ദിവസവും പൗർണമി ദിവസവും കണിശമായി വ്രതം ആചരിക്കുക. പൗർണമിക്ക് ദുർഗാദേവിയെയും അമാവാസിക്ക് ഭദ്രകാളിയെയും വണങ്ങുക. അത്തം, തിരുവോണം എന്നീ ദിവസങ്ങളിലും നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. ഭരണി നക്ഷത്രക്കാരായ ആളുകൾ ലക്ഷ്മി പ്രീതിക്കായി വെള്ളിയാഴ്ച വ്രതം നോക്കുക.
മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പൂരം, പൂരാടം, ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും വ്രതവും ആചരിക്കുക. നിങ്ങളുടെ നക്ഷത്ര ദിവസം ലക്ഷ്മി പൂജ നടത്തുക. ചൊവ്വ യുഗ്മരാശിയിൽ നിൽക്കുന്ന ഭരണി നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ഉപവസിച്ച് ഭദ്രകാളി അമ്മയെ തൊഴുന്നതും നിങ്ങൾക്ക് വന്നു ചേരാവുന്ന എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾ ഗണപതി ഭഗവാനെ വേണം മുറുകെ പിടിക്കേണ്ടത്. ഈ നക്ഷത്രക്കാരായ ആളുകൾ പക്ക നാളിലോ മാസാദ്യമോ ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. മകം, മൂലം എന്നിവയിലും ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതം എടുക്കുന്നതും വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർ ഏറ്റവും അർഹരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് രോഗികൾക്ക് ഭക്ഷണമോ വസ്ത്രമോ ദാനം ചെയ്താൽ പല ദശാപരീക്ഷണങ്ങളും നിങ്ങളുടെ മാറിക്കിട്ടും. ചൊവ്വ, ശനി ദിവസങ്ങളിലെ ഉപവാസം പ്രതികൂല അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുവാനും ഉപകരിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര, ആയില്യം, ഉത്രം നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി വന്നു ചേരും. വളരെയധികം സാമ്പത്തിക നേട്ടം, തൊഴിലിൽ വളരെയധികം അഭിവൃദ്ധി എന്നിവയും നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലിൽ ഈ സമയത്ത് പ്രവേശിക്കുവാൻ സാധിക്കുകയോ അതുമല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയോ ചെയ്യും. നിങ്ങൾക്ക് ഈ കാലയളവിൽ പുതിയ പ്രണയബന്ധങ്ങൾ രൂപപ്പെടുവാനും അവ വിവാഹത്തിൽ വരെ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. ദീർഘകാലമായി കാത്തിരുന്ന പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ കാലയളവിൽ യാഥാർത്ഥ്യമായി കിട്ടുന്നതാണ്. വിദ്യാഭ്യാസപരമായി വളരെയധികം പ്രധാനപ്പെട്ട സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ പലർക്കും വിദ്യാഭ്യാസത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഈ കാലയളവിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ വന്നെത്തും. അധ്യാപനം, ഹോട്ടൽ മാനേജ്മെൻറ്റ്, എഞ്ചിനീയറിംഗ്, വൈദ്യമേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സാമ്പത്തിക ലാഭവും ഉയർച്ചയും വന്നു ചേരുന്നതാണ്. ചില ഉത്രം നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ വിദേശ യാത്രയും പുതിയ വരുമാന സ്രോതസ്സുകളും വന്നെത്തും. ദൂരദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഒപ്പം കൂട്ടുവാൻ യോഗം വന്നു ചേരും. അതുപോലെ തന്നെ പുതിയ വരുമാന സ്രോതസ്സുകൾ ലഭിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാനോ അതുമല്ലെങ്കിൽ നിലവിലുള്ള വാഹനം പുതുക്കുവാനോ ഉള്ള ഭാഗ്യം വന്നെത്തും. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഉത്രം നക്ഷത്രക്കാരായ ആളുകൾ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. ചിങ്ങരാശിക്കാർ സൂര്യപ്രീതിയും കന്നി രാശിക്കാർ ബുധശാന്തിയും വരുത്തേണ്ടതാണ്. ദിനവും സൂര്യോദയ സമയത്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വളരെയധികം സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ ഉത്തമമാണ്. ആയില്യം നക്ഷത്രക്കാരായ ആളുകൾക്ക് ചന്ദ്രപ്രീതിയും ബുധപ്രീതിയും അനിവാര്യമാണ്. ചന്ദ്രനും ബുധനും ആയില്യം നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങളുടെ പ്രീതി നേടുന്നത് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വന്നെത്തുവാൻ വളരെയധികം ഉത്തമമാണ്. തിരുവാതിര നക്ഷത്രക്കാരായ ആളുകൾ മഹാദേവൻ, ഗണേശ ഭഗവാൻ, സർപ്പദൈവങ്ങൾ എന്നിവർക്ക് പക്ക പിറന്നാൾ ദിവസങ്ങൾ തോറും പൂജകൾ നടത്തുന്നത് നല്ലതാണ്. നിങ്ങളുടെ ജാതകത്തിലെ നവഗ്രഹസ്ഥാനം നോക്കി രാഹു ബുധ പ്രീതി വരുത്തേണ്ടതാണ്. ചോതി, ചതയം, തിരുവാതിര ദിനങ്ങളിൽ മുടങ്ങാതെ നാഗപ്രതിഷ്ഠയെ വണങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ്. അടുത്തത് അത്തം, വിശാഖം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് വരും വർഷങ്ങൾ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ കുറച്ച് നാളുകളായി സഹിച്ചുകൊണ്ടിരുന്ന കഷ്ടതകളെല്ലാം തന്നെ മാറിക്കിട്ടും.
ധനഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വീട് വയ്ക്കാൻ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. ആഗ്രഹിച്ചതെന്താണോ അത് നേടുവാൻ ഈ നാളുകാർക്ക് സാധിക്കുന്നതാണ്. ദീർഘകാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ കടങ്ങളും തീർന്നു കിട്ടും. കുടുംബസ്വത്ത് അനുഭവിക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ സമയം വളരെ അനുകൂലമായാണ് വന്നെത്തിയിരിക്കുന്നത്. വിവാഹ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ട വിവാഹം നടക്കുവാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതം ഐശ്വര്യവും സമൃദ്ധവും സന്തോഷകരവുമായി തീരുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തിക നേട്ടം വർദ്ധിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗവും അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകുന്നതാണ്. അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ ലഭിക്കും. എന്നാൽ പകർച്ചവ്യാധികളും ഭക്ഷ്യവിഷബാധയും ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും പുതിയ മികച്ച തൊഴിലവസരങ്ങൾ കിട്ടുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. പഠിച്ചിറങ്ങിയ ആളുകൾക്ക് മികച്ച ജോലി ലഭിക്കുവാൻ ഇടയുണ്ട്. ഭൂമി വാങ്ങുവാനും വീട് പണിയുവാനും ഈ വരുന്ന സമയം വളരെയധികം അനുകൂലമാണ്. കലാ കായിക രംഗങ്ങളിൽ നിങ്ങളുടെ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായുള്ള ബന്ധം അതിശക്തമാകും. നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കാണുവാനും രാഷ്ട്രീയ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഈ നക്ഷത്രങ്ങളിൽ ചിലർക്ക് തീർത്തും അപ്രതീക്ഷിതമായി പുതിയ ഭൂമി ലഭിക്കുക, ലോട്ടറിയിലോ നറുക്കെടുപ്പിലോ വിജയിക്കുക, അല്ലെങ്കിൽ പുതിയ വീട് നിർമ്മിക്കുവാനുള്ള അവസരം കൈവരിക്കുക തുടങ്ങിയവയും സംഭവിക്കാം. തൃക്കേട്ട, ആയില്യം, രേവതി നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഭക്തിയോടെ വണങ്ങുക. വീട്ടിൽ ആനയുടെയും മാനിൻ്റെയും പിച്ചള പ്രതിമ സ്ഥാപിക്കുന്നത് വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും നല്ലതാണ്. ഒരിക്കലും വീട്ടിൽ കേടായ കുട സൂക്ഷിക്കരുത്. എന്നാൽ കിഴക്കു വശത്തൊരു കറുത്ത കുട സ്ഥാപിക്കുന്നത് വളരെയധികം നല്ലതാണ്. വിശാഖം നക്ഷത്രക്കാരായ ആളുകൾ ബുധനാഴ്ച വിശാഖം നക്ഷത്രം വന്നാൽ ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇതിനു പുറമെ തുലാക്കൂറുകാരായ ആളുകൾ മഹാലക്ഷ്മിയെയും വൃശ്ചികക്കൂറുകാരായ ആളുകൾ സുബ്രഹ്മണ്യ സ്വാമിയെയും ആരാധിക്കണം. വിശാഖ നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഹരിദ്ര ഗണപതിയെ പൂജിക്കുക. വിശാഖം, പൂരുരുട്ടാതി, പുണർതം നക്ഷത്രങ്ങൾ വരുന്ന ദിവസം അമ്പല ദർശനം ശീലമാക്കുക. നിങ്ങളുടെ ജാതകത്തിൽ വലിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അഷ്ടവസു ആചാരപ്രകാരം പരിഹാര കർമ്മങ്ങൾ നടത്തേണ്ടതാണ്. അത്തം നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളുടെ അത്തം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. പ്രത്യേകിച്ച് ദുർഗാ ദേവി ക്ഷേത്രം. ദുർഗാദേവിക്ക് പുറമെ ഗണേശ ഭഗവാനെയും സൂര്യ ഭഗവാനെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുക. വെള്ള, മഞ്ഞ, പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം സമ്മാനിക്കുവാൻ ഉത്തമമാണ്. അടുത്തത് പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാഗ്യാനുഭവം വന്നു ചേരുന്നു. എല്ലാവിധ കഷ്ടദുരിതങ്ങൾക്കും അറുതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്ര ജാതകർ ഇനി കുതിച്ചുയരും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ മനക്ലേശങ്ങളും മാറുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികമായി വളരെയധികം നില മെച്ചപ്പെടും. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ ആഗ്രഹ പൂർത്തീകരണവും ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. വീടിനും വാഹനാദി സൗകര്യത്തിനും വിദേശ വാസത്തിനുമെല്ലാം ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ. വളരെയധികം സന്തോഷവും സമൃദ്ധവുമായ ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും സ്ഥാനക്കയറ്റവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വ്യാപാരത്തിൽ ലാഭവും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരങ്ങളും വന്നെത്തും.
പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും നിലവിലെ കടബാധ്യതകളെല്ലാം തീർക്കുവാനും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള നിങ്ങളുടെ ബന്ധം വളരെയധികം ശക്തിപ്പെടും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനും ജനങ്ങളുടെ അംഗീകാരം നേടുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരായ ആളുകൾ ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലിക്കുന്നത് നല്ലതാണ്. ഈ അവസരത്തിൽ പുതിയ കഴിവുകൾ നിങ്ങൾക്ക് വികസിപ്പിക്കുവാനും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുവാനും അനുയോജ്യമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരവും ആത്മീയ ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യവും ഉള്ളതുമാണ്. ഈ വർഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള അനുയോജ്യമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. വിവാഹിതരായ ആളുകൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. ചിലർക്ക് സ്വന്തമായി ഭൂമി വാങ്ങുവാനും പുതിയ വാഹനം വാങ്ങുവാനും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളും ലഭിക്കുവാനും ഇടയുണ്ട്. ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ പക്ഷത്താണ്. ആയതിനാൽ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും വളരെയധികം പുരോഗതിയും അനുഭവപ്പെടും. സ്നേഹവും ഐക്യവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിവാഹ തടസ്സം ഉണ്ടായിരുന്ന ആളുകൾക്ക് നിങ്ങളുടെ വിവാഹം ഈ കാലയളവിൽ നടക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് ഈ കാലയളവിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുവാൻ സാധിക്കുന്നതാണ്. എല്ലാ രീതിയിലും ശക്തരും ദൃഢനിശ്ചയമുള്ളവരുമായി മാറുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. എന്തെല്ലാം വെല്ലുവിളികൾ നേരിട്ടാലും അവയെ എല്ലാം മറികടക്കുവാനും കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും വളരെയധികം വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. അത്തം നക്ഷത്രക്കാരായ ആളുകളുടെ 7.5 ശനി 2025 അവസാനിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അലച്ചിലിനും കഷ്ടപ്പാടിനും അന്ത്യം കുറിക്കുന്നതാണ്. സാമ്പത്തിക നിലയിൽ വളരെയധികം പുരോഗതിയാണ് നിങ്ങൾക്ക് വന്നെത്തുന്നത്. ഉത്രാടം നക്ഷത്രക്കാരായ ആളുകൾ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക, ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യ പൂജ നടത്തുക, ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുക. ധനുരാശിക്കാർക്ക് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. മകര രാശിക്കാർ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക. ഉത്രാടം കാർത്തിക ഉത്രം നാളുകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. പൂരാടം നക്ഷത്രക്കാരായ ആളുകൾക്ക് ചന്ദ്രൻ രാഹു ശനി ദശകളിൽ ദോഷപരിഹാരം ചെയ്യണം. ഭരണി പൂരം പൂരാടം ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശുക്രപ്രീതി വരുത്തേണ്ടതുമാണ്. വ്യാഴവും പൂരാടവും ഒത്തുവരുന്ന ദിവസം വിഷ്ണു ക്ഷേത്രം സന്ദർശനം നടത്തിയാൽ വളരെയധികം ഗുണകരമാണ്. തിരുവോണം നക്ഷത്രക്കാരായ ആളുകൾ ചന്ദ്രനെയും ശനിയെയും പ്രീതിപ്പെടുത്തുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വെള്ള വസ്ത്രം ധരിക്കുക. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക. യഥാവിധി ചന്ദ്രമന്ത്രം ജപിക്കുക. ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ദീപം തെളിക്കുക. തിരുവോണവും അത്തവും രോഹിണി നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും തിരുവോണവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസം ദുർഗാ ക്ഷേത്ര ദർശനവും നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചതയം രേവതി നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് അടുത്ത വർഷങ്ങൾ കേസരി യോഗമാണ് വന്നു ചേരുന്നത്. ഇവർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ സാമ്പത്തികം വളരെയധികം ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ പോകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാവിധ കഷ്ട നഷ്ട ദുഃഖ ദുരിതങ്ങൾക്കൊരു പരിഹാരമാണ് വന്നെത്തുന്നത്. ധനധാന്യാദി ഭാഗ്യവും വസ്തുഭാഗ്യവുമെല്ലാം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ്. തൊടുന്നതെല്ലാം ഭാഗ്യമായി തന്നെ പറയാം. ഈ നക്ഷത്രക്കാർക്ക് അറിവ് നേടി ശക്തിപ്പെടുവാനും സ്വയം തിരുത്തി മുന്നേറുവാനുമുള്ള ഒരു കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. നവീന ഗൃഹലാഭം ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാം. പൂർവിക സ്വത്തുക്കൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പരോപകാര പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യം വളരും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായവും ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ രോഗങ്ങളും ശമിക്കും. ഏറ്റെടുക്കുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും.
ഈ സമയത്ത് ചില വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ശ്രദ്ധയും ക്ഷമയും പുലർത്തിയാൽ അവയെ നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വളരുകയും ആരാധനയിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. സാധാരണമായി സമ്പത്തും ഭൗതിക സുഖങ്ങളും നിങ്ങൾക്ക് വർദ്ധിക്കും. ധനം സമ്പാദിക്കുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ അനുകൂലമായ സമയമാണ്. തൊഴിലിൽ പുരോഗതി കൈവരിക്കുവാനും ഉയർന്ന സ്ഥാനം നേടുവാനുമുള്ള സാധ്യതയുണ്ട്. ധാരാളം മതപര്യടനങ്ങൾ നടത്തുവാനും പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുവാനും അവസരം ലഭിക്കും. നിയമം, നീതിന്യായം, മാനേജ്മെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. വിജയം നേടുവാനും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ശനിയാഴ്ചയും ചതയവും നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുക. നിങ്ങളുടെ രാശാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുവാനായി ശാസ്താവിനെ ആരാധിക്കുക. കുടുംബത്തിൽ കാവുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി വിളക്ക് വയ്ക്കുകയും കോടി ദുരിതങ്ങൾ തന്നെ അതിൽ നിന്ന് മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ്. രേവതി നക്ഷത്രക്കാരായ ആളുകൾ മഹാവിഷ്ണു അതുമല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കണം. നവഗ്രഹങ്ങളിൽ ഗുരുവിനെയും ശനിയെയും പ്രീതിപ്പെടുത്തണം. ബുധനും രേവതിയും ഒത്തുവരുന്ന ദിവസം കഴിയുന്ന പോലെ വഴിപാടുകൾ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീട്ടിൽ മൺചിരാതിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കുവാൻ ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.